തമിഴ് നടൻ വിജയ് തൻ്റെ പാർട്ടിയായ തമിഴക വെട്രി കഴകത്തിൻ്റെ പതാക പുറത്തിറക്കി. ചെന്നൈ പനയൂരിലുള്ള പാർട്ടി ആസ്ഥാനത്ത് താരം പതാക ഉയർത്തി. പതാകയ്ക്കൊപ്പം പതാക ഗാനവും പുറത്തുവിട്ടു. 30 അടിയിലധികം ഉയരമുള്ള കൊടിമരത്തിൽ പതാക ഗാനത്തിൻ്റെ അകമ്പടിയോടെയാണ് താരം കൊടി ഉയർത്തിയത്. ചുവപ്പും മഞ്ഞയുമാണ് പതാകയുടെ നിറം. വാഗപ്പൂവെന്നോ മയിലെന്നോ തോന്നുന്ന രൂപത്തിന് ഇരുവശത്തുമായി 2 ആനകൾ നിൽക്കുന്ന ചിഹ്നവും പതാകയിലുണ്ട്. പതാക യൂട്യൂബിലൂടെ പുറത്തുവിട്ടിട്ടുണ്ട്. അടുത്ത മാസം പൊതുസമ്മേളനം നടത്തി സജീവ രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിക്കാൻ ഒരുങ്ങുന്ന വിജയ് ഇതിന് മുന്നോടിയായാണ് പതാക പുറത്തിറക്കിയിരിക്കുന്നത്. ആരാധക സംഘടനയായ വിജയ് മക്കൾ ഇയക്കവുമായി ചേർന്ന് കഴിഞ്ഞ കുറച്ചു കാലമായി താരം നടത്തിക്കൊണ്ടിരിക്കുന്ന സാമൂഹിക പ്രവർത്തനങ്ങൾ കാലക്രമേണ പാർട്ടി രൂപീകരണത്തിലേക്ക് എത്തുകയായിരുന്നു. വിജയിയുടെ രാഷ്ട്രീയ പ്രവേശനം ഫെബ്രുവരി ആദ്യവാരം ഉണ്ടായേക്കുമെന്നും പാർട്ടിയുടെ പേരും കൊടിയുമൊക്കെ അന്ന് പുറത്തിറക്കുമെന്നും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. തമിഴ്നാട്ടിലുടനീളം ആൾബലമുള്ള സംഘടനയാണ് വിജയ് ആരാധക സംഘമായ വിജയ് മക്കൾ ഇയക്കം. തമിഴ്നാട്ടിലെ മുഴുവൻ നിയോജക മണ്ഡലങ്ങളിലെയും വിജയ് മക്കൾ ഇയക്കം ഭാരവാഹികളുമായി കഴിഞ്ഞ വർഷം ചെന്നൈയിൽ വെച്ച് വിജയ് കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഈ പതാക പാർട്ടിയുടെയും തമിഴ്നാടിൻ്റെയും അടയാളമായി മാറുമെന്നും കഴിഞ്ഞ ദിവസം വിജയ് അവകാശപ്പെട്ടു. തമിഴ്നാട്ടിൽ ഉടനീളമുള്ള പാർട്ടി ഭാരവാഹികളിൽ നിന്നും ഇതര സംസ്ഥാനത്തെ നേതാക്കളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ടവർ മാത്രമാണ് പതാക പുറത്തിറക്കുന്ന ചടങ്ങിൽ പങ്കെടുത്തത്. കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ ചടങ്ങിൽ പങ്കെടുത്തിരുന്നു. സംസ്ഥാനത്തെ വിവിധ സ്ഥലങ്ങളിൽ സ്ഥാപിക്കാനുള്ള പതാകകൾ ഭാരവാഹികൾക്ക് വിജയ് തന്നെ കൈമാറും. ജാതിയുടെയും മതത്തിൻ്റെയും ലിംഗത്തിൻ്റെയും പേരിലുള്ള വ്യത്യാസങ്ങൾ താൻ ഇല്ലാതാക്കുമെന്ന് വിജയ് പറഞ്ഞു. പ്രതിനിധികൾ ചടങ്ങിൽ പാർട്ടി പ്രതിജ്ഞ ചൊല്ലി. നമ്മുടെ രാജ്യത്തിൻ്റെ വിമോചനത്തിനായി ജീവൻ ബലിയർപ്പിച്ച പോരാളികളെയും തമിഴ് മണ്ണിലെ നമ്മുടെ ജനങ്ങളുടെ അവകാശങ്ങൾക്കായി അക്ഷീണം പോരാടിയ എണ്ണമറ്റ സൈനികരെയും ഞങ്ങൾ എപ്പോഴും അഭിനന്ദിക്കും. ജാതിയുടെയും മതത്തിൻ്റെയും ലിംഗത്തിൻ്റെയും പേരുള്ള വ്യത്യാസങ്ങൾ ഞാൻ ഇല്ലാതാക്കും. ജനങ്ങൾക്കിടയിൽ അവബോധം സൃഷ്ടിക്കാനും എല്ലാവർക്കും തുല്യ അവസരങ്ങൾക്കും തുല്യ അവകാശങ്ങൾക്കും വേണ്ടി പരിശ്രമിക്കും. എല്ലാ ജീവജാലങ്ങൾക്കും തുല്യത എന്ന തത്വം ഞാൻ ഉയർത്തിപ്പിടിക്കുമെന്ന് ആത്മാർത്ഥമായി പ്രതിജ്ഞ ചെയ്യുന്നു. ഇതായിരുന്നു പാർട്ടി പ്രതിജ്ഞ. 2026 തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന വിജയിയുടെ രാഷ്ട്രീയ യാത്രയിലെ ആദ്യ ചുവടുവയ്പായാണ് പതാക അനാച്ഛാദനം വിലയിരുത്തപ്പെടുന്നത്. സിനിമാ ജീവിതം അവസാനിപ്പിക്കുകയാണെന്നും 2026 നടക്കാനിരിക്കുന്ന തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പാണ് ലക്ഷ്യമെന്നും വിജയ് നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നു. 10-12 ക്ലാസ്സുകളിലെ വിദ്യാർത്ഥികൾക്ക് സഹായങ്ങളും അവാർഡുകളും നൽകിയതടക്കം പാർട്ടി പ്രഖ്യാപനത്തിനു ശേഷം സാമൂഹിക പ്രവർത്തനങ്ങളിൽ വിജയ് സജീവമാണ്. അതേസമയം വിജയിയുടെ ഏറ്റവും പുതിയ ചിത്രമായ ഗോട്ട് സെപ്റ്റംബർ 5-നാണ് റിലീസിനെത്തുന്നത്.